ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് ആധികാരികമായി നമ്മളോട് ചർച്ച ചെയ്യുവാനും ഒക്കെയായി പ്രമുഖ വാസ്തു ജ്യോതിഷ ആചാര്യൻ ശ്രീ ഡെന്നിസ് ജോ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ ബഹുമാനത്തോടെ, വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് ഏറെ ബഹുമാനം നിറഞ്ഞ ഡെന്നിസ് ജോയ് സർ, ഞാൻ പഴയ ഒരു വീട് പുതുക്കി പണിയുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പഴയ വീടിന് വാസ്തു സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിലെന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എനിക്ക് എന്ന് ദയവായി പറഞ്ഞു തരണം. എനിക്ക് ഒരു മുറിയും ഒരു സിറ്റൗട്ടും കൂടി കൂട്ടിയെടുക്കുവാൻ താല്പര്യമുണ്ട്. നിലവിലുള്ള മുറിയിൽ ഒരു ടോയ്ലറ്റ് കൂടി എടുക്കണം. എല്ലാ ഡീറ്റെയിൽസും ഇതോടൊപ്പം അയക്കുന്നു. മറുപടി തന്ന് സഹായിക്കുമെന്ന പ്രതീക്ഷയോടെ. ഈ ഒരു വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇത് ശരിക്കും വൈ ഷേപ്പിലായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു വീട് കാണുക. വെച്ചാൽ ഈ വീടിൻ്റെ മുന്നിലോട്ട് ഇറങ്ങുമ്പോൾ വഴി രണ്ടായിട്ട് തിരികെയാണ്. അപ്പോൾ ശരിക്കും നമ്മളൊരു വൈ ഷേപ്പിലായിട്ടാണ് ഒരു വഴിമുട്ട് ഇതിനകത്തേക്ക് കടന്നു വരുന്നുണ്ട്. കാരണം വെച്ചാൽ രണ്ടാമത്തെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ ഒരു വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് യമസൂത്രം അടഞ്ഞ് ഒരു ഔട്ട് ഹൗസ് നിൽക്കുന്നുണ്ട്. കാരണം വെച്ചാൽ യമസൂത്രം എപ്പോഴും നമ്മൾ തടസ്സപ്പെടാതെ മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പുതിയ വീട് ഇവർ ചെയ്യുമ്പം ഇതിൻ്റെ ഈ ഔട്ട് ഹൗസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കി മാറ്റണം. കാരണം വെച്ചാൽ ഒരു 2.5 മീറ്ററെങ്കിലും ഇവർക്ക് തെക്ക് ഭാഗത്ത് സ്പേസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വാസ്തു കൃത്യമായിട്ട് ക്ലിയർ ആയി വരികയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ തെക്ക് ഭാഗം അടഞ്ഞിട്ടാണ് ഈ ഒരു ഔട്ട് ഹൗസ് നിൽക്കുന്നത്. കാരണം ഒരാൾക്ക് നടന്നു പോകാനുള്ള സ്പേസ് പോലും ഈ തെക്ക് ഭാഗത്തില്ല. മൂന്നാമതൊരു കാര്യം വെച്ചാൽ ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഇവരൊരു വർക്ക് ഏരിയ തള്ളിയെടുത്തിട്ടുണ്ട്. കാരണം വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഇവർ കിച്ചൺ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ചേർന്നിട്ട് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു വർക്ക് ഏരിയ തള്ളിയെടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു വർക്ക് ഏരിയ അവിടെ തള്ളിയെടുക്കുമ്പോൾ തൊഴിൽ സംബന്ധമായിട്ടും കുട്ടികളെ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടേയിരിക്കാം. അപ്പം ഇവർ പുതുതായിട്ട് ഇത് ചെയ്യുമ്പം ആ ഒരു വർക്ക് ഏരിയ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റിയാൽ അത്രയും ഭാഗം സ്ക്വയറായിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു ഭാഗത്തും കംപ്ലൈൻറ്റ് പൂർണ്ണമായിട്ട് മാറിക്കിട്ടുകയും ചെയ്യും. മറ്റേത് കന്നിമൂലയുടെ പോർഷൻ അല്ലെങ്കിൽ മുറിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് പോകും. കാരണം ഇതിനകത്ത് താമസിക്കുമ്പോൾ സ്ത്രീകൾക്ക് ദുരിതം വിട്ടുമാറില്ല എന്ന് പറയും. കാരണം ചില എപ്പോഴും കാലുവേദനയും അല്ലെങ്കിൽ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം വർക്ക് ഏരിയ പൂർണ്ണമായിട്ട് അവിടെ നിന്ന് മാറ്റിയാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടും. അത് തന്നെയല്ല, ഇവർക്ക് വീട് എപ്പോഴും ഒരു ആ ഭാഗത്തെ കംപ്ലൈൻറ്റുകൾ പൂർണ്ണമായും മാറി സ്ക്വയറായി കിട്ടുകയും ചെയ്യും. അതുപോലെ തെക്ക് കിഴക്ക് ഭാഗത്തും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും ഇവർക്കൊരു ബെഡ്റൂം നിലവിൽ ഉണ്ട്. കാരണം ഇതിൽ യമസൂത്രം ഒഴിവാക്കി ഇവർക്ക് ടോയ്ലറ്റ് നിർമ്മിക്കാം. കാരണം വെച്ചാൽ ഇവർക്ക് ഈ സെൻട്രലിലുള്ള തെക്ക് ഭാഗത്തുള്ള ടോയ്ലറ്റ് ഇവർക്ക് സെപ്പറേറ്റ് 2 ടോയ്ലറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇവർ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ യമസൂത്രം ഇതിൽ മുട്ടാത്ത രീതിയിൽ വേണം അത് ക്രമീകരിക്കാൻ. ഇനി ഒരു വിധത്തിലും യമസൂത്രം മുട്ടാതെ ഇവർക്ക് ക്രമീകരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ടോയ്ലറ്റിൻ്റെ ഹൈറ്റ് മുകളിൽ നിന്ന് ഒരു 50 സെൻറ്റിമീറ്റർ താത്ത് ഒരു സ്ട്രെസ് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു വാർപ്പൂടെ വാർത്തെടുത്താൽ യമസൂത്രം പോകാനുള്ള ഹോൾ ആ ഭാഗത്തായിട്ട് കൊടുത്താൽ യമസൂത്രം ടോയ്ലറ്റ് തട്ടാതെ കടന്നു പോകും. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ആ ഒരു ഭാഗം അത് ക്ലിയർ ചെയ്തെടുക്കുക. അതുപോലെ നിലവിൽ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് ഒരു ടോയ്ലറ്റ് കാണുന്നുണ്ട്. അത് കൂടാതെ കിഴക്ക് വടക്കിൻ്റെ ഒരു 80 സെൻറ്റിമീറ്റർ ഛേദിച്ചു പോയതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഇവർ നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള ഈ ടോയ്ലറ്റ് ഇവർ പൂർണ്ണമായിട്ട് ഒഴിവാക്കി മാറ്റണം. കൂടാതെ ഛേദിച്ചു പോയ കിഴക്ക് വടക്ക് ഭാഗം കൂടി ഭിത്തിക്കെട്ടി ഇതിനോട് ചേർത്തെടുക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതുപോലെ ബെഡ്റൂമിൻ്റെ സൈസ് 365-360 ആക്കിയാൽ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ അളവ് നിലവിലിപ്പോൾ ഉള്ളതെല്ലാം ചുറ്റളവ് തെറ്റാണ്. അപ്പോൾ ആ ഒരു അളവ് കൃത്യമാക്കി എടുക്കാനായിട്ട് ഇവർ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഈ ഒരു വിഷയങ്ങൾ പരിഹരിച്ച ശേഷം ഇവർക്ക് വീട് പണി മുന്നോട്ട് പോകാം. പിന്നെ ആകെയുള്ളൊരു കുഴപ്പം വരുന്നത് ഇതിനകത്തൊരു വൈ ഷേപ്പിലായിട്ടൊരു വഴിമുട്ട് വരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ഇവർ ഗേറ്റ് വെക്കുന്ന സമയത്ത് വഴിമുട്ട്, കാരണം കിഴക്ക് വടക്ക് ഭാഗത്തുള്ള ഗേറ്റ് ഇവർ ആ വീടിൻ്റെ കിഴക്ക് വടക്ക് മൂല നിന്ന് തെക്ക് കിഴക്ക് മൂല വരെയുള്ള നീളം എടുത്ത ശേഷം അതിനെ നേരെ പകുതിയാക്കിയിട്ട് അതിൻ്റെ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് ഇവർ ഗേറ്റ് പ്ലാൻ ചെയ്യുക. അതുപോലെ ഗേറ്റിൻ്റെ 2 തൂണിലും കോൺവെക്സിനെ മിറർ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വഴിമുട്ടിൻ്റെ വിഷയങ്ങൾ ഒരു പരിധിവരെ ഇവർക്ക് ഒഴിവാക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളുള്ളൂ. ഈ കാര്യങ്ങൾ പരിഹരിച്ച ശേഷം ഇവർക്ക് വീട് പണി മുന്നോട്ട് പോവുക. മറ്റ് തടസ്സങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് കാണുന്നില്ല. ഇതിൽ ഇപ്പോൾ ഒരു ടോയ്ലറ്റ് അവിടെ നിൽക്കുന്നത് പ്രശ്നമാണ്, വാസ്തുപരമായി അത് തെറ്റാണ് എന്നിരിക്കെ ആ ടോയ്ലറ്റ് ഉപയോഗിക്കാതെ അടച്ചിട്ടാൽ ആ പ്രശ്നം അവിടെ തീരുന്നുണ്ടോ? ഇതിനകത്ത് വേറൊരു കുഴപ്പം വെച്ചാൽ എന്നെ വിളിക്കുമ്പോൾ പല ആൾക്കാരുടെ ഒരു സംശയം വെച്ചാൽ ഒരു തെക്ക് പടിഞ്ഞാറെന്ന് പറയുന്നതോ അല്ലെ കിഴക്കുടക്കെന്ന് പറയുന്നതോ ഒരു കൃത്യമായിട്ടുള്ളൊരു പോയിൻ്റാണ് എന്ന് വിചാരിക്കട്ടെ. കാരണം വെച്ചാൽ നമ്മളൊരു വീടെടുക്കുമ്പം അതിനെ നമ്മൾ കൃത്യമായിട്ടുള്ള അളവിൽ നമ്മൾ 8ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൻ്റെ ഓരോ കോർണറും ഓരോ കണ്ണവും ഓരോ ദിക്കാണ്. കാരണം പലപ്പോഴും തെക്ക് പടിഞ്ഞാറിരിക്കുന്ന ടോയ്ലറ്റ് അല്ലെങ്കിൽ നമ്മൾ TV കൂടെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ അവർ ആ ഭാഗത്തു നിന്ന് മാറ്റി വെക്കാറുണ്ട്.
അപ്പോൾ ഇവർ ഈ തെക്ക് പടിഞ്ഞാറ് നിന്നുള്ള ടോയ്ലറ്റ് മാറ്റി വീണ്ടും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തന്നെ ആയിരിക്കാൻ വെക്കുക. കാരണം വെച്ചാൽ വലിയൊരു പ്ലോട്ടായിരിക്കാം, ചിലപ്പോൾ ഒരു 10 സെൻറ്റോ അല്ലെങ്കിൽ 20 സെൻറ്റുള്ള വലിയൊരു പ്ലോട്ടിൽ തെക്ക് പടിഞ്ഞാറ് ഏരിയ എന്ന് പറഞ്ഞാൽ കുറേ ഏരിയ കാണും. അപ്പം നമ്മൾ ആ കൃത്യമായിട്ട് അതിനെ അടയാളപ്പെടുത്തി അതിനെ ചാർട്ട് വരച്ച ശേഷം മാത്രമേ അതിൻ്റെ നമുക്ക് ദിശ നിർണ്ണയിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുമ്പം ഉള്ള ഗുണഫലങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. കാരണം നമ്മൾ പിന്നെയും തെറ്റുകളായിരിക്കും അതിനകത്ത് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ ടോയ്ലറ്റ്, ഇപ്പോൾ കന്നിമൂലയ്ക്ക് നമ്മളൊരു ടോയ്ലറ്റ് വെച്ചു, പക്ഷേ കന്നിമൂലയ്ക്ക് ടോയ്ലറ്റ് വരുമ്പോൾ അവിടെ ഒരിക്കലും നമുക്ക് മലിനപ്പെടാൻ പാടില്ലാത്തൊരു ദിക്കാണ്. കാരണം വെച്ചാൽ അത് തന്നെയല്ല, വെള്ളത്തിൻ്റെ ഒരു അംശം പോലും അവിടെ വരാൻ പാടില്ല. അപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ടോയ്ലറ്റ് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ക്ലോസറ്റ് ഉൾപ്പെടെ വെള്ളം കെട്ടിക്കിടക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവ് ചെയ്തിരിക്കണം. അത് തന്നെയല്ല, ആ ഭാഗം വൃത്തിയായിട്ട് യൂസ് ചെയ്യാൻ വേണം. ഇപ്പോൾ കിഴക്കുകിഴക്ക് ഭാഗത്ത് നമുക്ക് ടോയ്ലറ്റ് വന്നു, അല്ലെങ്കിൽ ആ ഭാഗം നമ്മൾ പൂർണ്ണമായിട്ട് ഇതിനകത്തുള്ള ക്ലോസറ്റ് കാര്യങ്ങൾ വെള്ളം കെട്ടിക്കിടക്കുന്ന എല്ലാം നമ്മൾ മാറ്റി അത് ശുദ്ധമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ദോഷങ്ങളില്ല. അതുപോലെ പലപ്പോഴും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചൺ വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കാരണവശാലും നമുക്ക് കിച്ചൺ പാടില്ലാത്ത ദിക്കാണ്. കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തീ കത്തിച്ച് പാചകം ചെയ്യുമ്പോൾ മാത്രമാണ് ഈ വിഷയം. ഇപ്പോൾ അവിടെ ഒരു റാക്ക് ഇരുന്നെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ അവിടെ ഒരു കബോർഡ് ഇരുന്നെന്ന് വെച്ചിട്ടോ മറ്റ് ദോഷങ്ങളൊന്നുമില്ല. അപ്പം പലപ്പോഴും നിലവിലുള്ള പല വീടുകളും, അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ കിച്ചൺ ഉപയോഗിക്കുന്ന പല വീടുകളിലും ഇപ്പോൾ കിച്ചൺ മാറ്റാനായിട്ട് ഇവർ തെക്ക് കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ കിഴക്ക് കിഴക്ക് ഭാഗത്തോട്ടോ ഇവരും അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ ഇവർ മാറ്റുമ്പം ഇതിനകത്തെ ഈ പാതകമൊക്കെ വെട്ടിക്കളയാനായിട്ട് പാടുപെടുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ പാതകമൊന്നും അവിടെ ഇരുന്നെന്ന് വെച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ തീ കത്തിക്കുന്ന ഒരടുപ്പിലും നമുക്ക് അവിടെ തീ കത്തിക്കാൻ പാടില്ല. കാരണം അവിടെ തീ കത്തിച്ച് പാചകം ചെയ്യുമ്പോഴാണ് പ്രശ്നം. അപ്പം ഉപയോഗിക്കാൻ പാടില്ലാത്ത ദിക്കിലുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം മാറും. പക്ഷേ ടോയ്ലറ്റിൻ്റെ അങ്ങനെയല്ല. ടോയ്ലറ്റിൽ നമ്മൾ ക്ലോസറ്റ് അല്ലെങ്കിൽ പൈപ്പും കാര്യങ്ങളൊക്കെ വരുമ്പം അതെല്ലാം പൂർണ്ണമായിട്ട് നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കി അത് ശുദ്ധമായിട്ട് ഇടണം. അതുപോലെ ഇപ്പം കിച്ചൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പാചകം പാടില്ലാത്ത ഒരു ദിക്കാണ്. അതുപോലെ കിഴക്ക് വടക്ക് ഭാഗത്തും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും ഒരു കാരണവശാലും ടോയ്ലറ്റ് വരാൻ പാടില്ല. നിങ്ങൾ നിലവിൽ അങ്ങനെയുള്ള ടോയ്ലറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതെ അത് ശുദ്ധമാക്കി ഇടുക. കാരണം വെച്ചാൽ അതിനകത്ത് പൈപ്പ് ക്ലോസറ്റ് എല്ലാം മാറ്റി ക്ലിയർ ആക്കി ഇടുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും. പക്ഷേ അതേപോലെ സെപ്റ്റിക് ടാങ്കിനും ഓരോ സ്ഥാനങ്ങൾ കൃത്യമായിരിക്കണം. കൃത്യമല്ലാത്ത സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനങ്ങൾ വന്നാലും ദോഷമായിട്ട് തന്നെ ബാധിക്കും. അപ്പോൾ അത് ഒരു വാസ്തുകാരെ ആരെങ്കിലും വിളിച്ചിട്ട് അത് കറക്റ്റ് ചെയ്ത് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തി ചെയ്യുക. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക, പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതിയറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. പൂർണ്ണപ്രഭവിരിയും മൺതരിയിൽ ഇരുസന്ധ്യകൾ തന്നിലാവിന്മേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം. അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം. അറിയുന്നു നാം ഈ നിത്യ ചൈതന്യത്തെ, ഋതുക്കൾ പകർന്ന ഗുരുവര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.